ആ ചേട്ടാ, രാവിലെ എന്ത് പരിപാടി? ഞാൻ ഓടിയിട്ട് വന്നാണ് രാവിലെ. അപ്പോൾ ഒരു ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടാ, ജ്യൂസ് അടിക്കുമ്പോൾ അത് ഇപ്പോൾ ഓറഞ്ച് ആയാലും ആപ്പിൾ ആയാലും ഏതായാലും എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് കഴിക്കുന്നതാണ് നല്ലത് ജ്യൂസ് അടിക്കുന്നതിനേക്കാളും. കാരണം അതിൻ്റെ ഫൈബർ കണ്ടൻറ്റൊക്കെ നമുക്ക് കിട്ടാതെ പോകും. അല്ല, ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫൈബറിൻ്റെ കണ്ടൻറ്റ് ഒന്നും അത് അതിനകത്തുള്ള ഈ സാധനത്തിനകത്തുള്ള ഒരു അംശം പോലും കളയാതെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ബീട്രൂട്ട് എടുക്കുക, അങ്ങോട്ട് നല്ലവണ്ണം ഒന്ന് കഴുകുക, നൈസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ജാറിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന നല്ല പൊടിക്കുന്ന ആ ജാറാണ്. അപ്പോൾ അതിനകത്തോട്ട് ഈ സാധനം ഇടുക. പിന്നെ സലാഡ് വെള്ളരി, കുറച്ചൊരു 3-4 പീസ് സലാഡ് വെള്ളരി കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം വർദ്ധിക്കും. നമ്മുടെ ഇറച്ചിയിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന കറുവാപ്പട്ട, അതൊരു പീസ് ഇതിനകത്ത് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി വേറൊരു സാധനം കൂടെ അതിൽ ചേർക്കാനുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷേ ഗുണം കൂടുതലാണ്. ഞാൻ സ്ഥിരമായിട്ട് ചേർക്കാറുണ്ട്. രാവിലെ ആയതുകൊണ്ട് ഒരു 2 സ്പൂൺ. ഇതെന്ന് പറഞ്ഞാൽ തെക്കൻ ഹണി എന്നാണ് ഇതിൻ്റെ പേര്. തെക്കൻ, ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, നല്ല ഒറിജിനലാണ്. തെക്കൻ ഹണി എന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും. ഇതാ ഒരു 2 സ്പൂൺ ഹണി. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ആ രീതി അതൊന്ന് പറ. പിടയ്ക്കാതെ ഫൈബറിൻ്റെ കണ്ടൻറ്റും ഇതിനകത്തുനിന്ന് ഈ ബീട്രൂട്ടിൻ്റെ ഒരു കണ്ടൻറ്റും പോകാതെ നമുക്ക് ശുദ്ധമായ നല്ല ജ്യൂസ് കുടിക്കാം പോരെ. സാധാരണ റൂം ടെമ്പറേച്ചർ വാട്ടറാണ് നല്ലത്. അത് ഞാൻ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം ഉപയോഗിക്കാം കേട്ടോ. നോർമൽ വാട്ടർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം, അതാണ് നല്ലത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക, കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. കുറച്ച് വെച്ചിട്ട് ഒരു ചെറിയ അടി, ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം. നേരത്തെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം നമ്മുടെ ജ്യൂസ് റെഡിയാണ്. ഇനി ഫൈബറിൻ്റെ കണ്ടൻറ്റ് പോകാതെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സാധനം. സാധാരണ നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്നത് വേറെ അരിപ്പിലാണ്, അതായത് ഇതുപോലുള്ള അരിപ്പിൽ, ഇതിൻ്റെ സ്റ്റീൽ അരിപ്പുണ്ട്, അതിലാണ് സാധാരണ നമ്മൾ ജ്യൂസ് അരിക്കുന്നത്. എല്ലാ കടകളിലും തന്നെയാണ്. പക്ഷേ നമ്മൾ ഫൈബറിൻ്റെ കണ്ടൻറ്റ് പോകാതെ നിങ്ങൾക്ക് ശുദ്ധമായ ജ്യൂസ്, അതിലുള്ള എല്ലാ സത്തും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അത് ബീട്രൂട്ട് ആവട്ടെ, ക്യാരറ്റ് ആവട്ടെ, ഓറഞ്ച് ആവട്ടെ, ഏത് സാധനം ആയിക്കോട്ടെ, എല്ലാ കണ്ടൻറ്റും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അരിപ്പ്, ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. 1 ഈ ജാറ്, 2 ഈ അരിപ്പ്. ഇത്രയും വന്നിട്ടുണ്ട്. ഞാൻ അതങ്ങ് കളയണില്ല. സത്യം, നിങ്ങളുടെയൊക്കെ ജാറിൽ അരയ്ക്കുമ്പോൾ ഇങ്ങനെ വരത്തില്ല. ഇതിൻ്റെ ബ്ലൈഡിൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ജാറിൽ നല്ല ബ്ലൈഡാണെങ്കിൽ മൊത്തം നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും. ഞാനിതങ്ങ് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. തേനിൻ്റെയും പിന്നെ മറ്റേ കറുവാപ്പട്ടയുടെ നല്ല മണമുണ്ട്. ഇത് 300 ml ഗ്ലാസ്സാണ്. ഞാൻ ജ്യൂസ് കുടിക്കുമ്പോൾ, പിന്നെ നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴൊക്കെ പിന്നെ ഈ ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. കാരണം കുറച്ച് കൂടുതൽ വെള്ളം അകത്ത് പോകുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മളൊരു ബീട്രൂട്ടാണ് എടുത്തത്. ആ ബീട്രൂട്ടിൻ്റെ ഫുൾ സത്തും ഒന്നും നഷ്ടപ്പെടാതെ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പുതിയ ടിപ്സുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.